നമുക്ക് എല്ലാവർക്കും ഒട്ടും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ വെറുക്കുന്ന ചില സ്റ്റോറീസ് ഉണ്ടാവില്ലേ? പലർക്കും അത് പലതും ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഈ രാജാവിന്റെ കുടുംബത്തിലെ കുറെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഈ ട്രൂ സ്റ്റോറീസ് ഉണ്ടാവില്ലേ, അത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ ബ്രിട്ടീഷ് മൊണാർക്കിനെ കുറിച്ചുള്ള ഒരു കഥയും എനിക്ക് കേൾക്കേ വേണ്ട. അവന്മാര് ഓരോ രാജ്യത്ത് പോയി ചെയ്തു വെച്ച കാര്യമൊക്കെ നമുക്ക് അറിയുന്ന ഒരു ബോധമുള്ള ആർക്കും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈ ക്യൂൻ എലിസബത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ എനിക്കൊരു പുച്ഛമായിരുന്നു. ആക്ച്വലി അവരാകെ ചെയ്തത് ആ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളൊരു സംഭവം മാത്രമാണ്. അല്ലാതെ അവര് എന്തോ രാജ്യത്തിന്റെ മുഴുവൻ പവർ അവരുടെ കയ്യിലാവാൻ അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സംഭവമായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഞാൻ കാണുന്നത്. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാണ്ട് ഈ ഭയങ്കര ഹൈപ്പ് കണ്ടിട്ട് മാത്രം ഒരു 2 എപ്പിസോഡ് കാണാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഈ പ്രൊപ്പഗൻഡയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണം. നമ്മുടെ അവിടുത്തെ കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ ഇതൊന്ന് കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബ്രിട്ടീഷ് മൊണാർക്കിനെ ഒട്ടും താല്പര്യമില്ലാത്ത എന്നെ പോലും അവർക്ക് പിടിച്ചിരുത്താൻ പറ്റി. 6 സീസൺ ഉണ്ട്, ഒരു എപ്പിസോഡ് പോലും ഞാൻ വിട്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് ആരാണ് രാജാവ്, അവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, മുഴുവൻ കഥയും ഇപ്പൊ എനിക്കറിയാം. ഒരാവശ്യമില്ല, പക്ഷെ എന്നാലും എനിക്കതറിയാം. ദ ക്രൗൺ എന്നാണ് സീരീസിന്റെ പേര്. നെറ്റ്ഫ്ലിക്സിലുണ്ട്. ക്യൂൻ എലിസബത്തിന്റെ ആ ഒരു പീരീഡ് തൊട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഡയാന, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എല്ലാം തന്നെ ട്രൂ സ്റ്റോറിയാണ്. അവരുടെ ആ ഒരു പൊളിറ്റിക്സും ആ ഒരു മൊണാർക്കി സിസ്റ്റത്തിലെ ഓരോ സംഭവമൊക്കെയാണ് സീരീസിലുള്ളത്. വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് സ്ട്രീമിംഗ് ഇൻ നെറ്റ്ഫ്ലിക്സ് എന്ന് ഞാൻ പറയും. ഒട്ടും ഇഷ്ടം അല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും ഇതൊന്ന് കണ്ടു നോക്കിക്കോ. പോളി ഐറ്റമാണ്. നമ്മുടെ ഹിസ്റ്ററി എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.